ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണിരിക്കൂലേ? എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് പോണേ. അപ്പം ഇന്ന് ഞാൻ ഒരു 10-18 കൊല്ലം മുമ്പേ ഒരു തുളുക്കാരത്തി തന്നെ ആ ഒരക്ക ഉണ്ടായിട്ടോ ചെന്നെങ്കിൽ എൻ്റെ മാപ്പൻ്റെ പേരൻ്റെ അടുത്ത്. ആ പെണ്ണുങ്ങൾ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ അപ്പോൾ നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയൊക്കെ ചെയ്തിനേനു. അപ്പോൾ ഇന്നലെ പച്ചക്കറി വൈതനങ്ങ വാങ്ങിയിട്ടോ. അപ്പോൾ തോന്നിയതാണ് ഇതൊന്നാക്കി നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചേരാന്ന്. അങ്ങനെ എന്താക്കി വൈതനങ്ങ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടോ. നല്ല രസമുണ്ട്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അന്നേ എനിക്കിത് ഇഷ്ടം തന്നെയായിരുന്നു. ഞാൻ എന്നിട്ട് കുറേ വട്ടം ആക്കും തിന്നൊക്കെ ചെയ്തു. അങ്ങനെ വൈതനങ്ങ മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് അടുപ്പത്തിൽ ലേശം എണ്ണ ഒഴിച്ചിട്ടോ. വെള്ളത്തിലിട്ടൊക്കെയാണല്ലോ വൈതനങ്ങ, അതിൻ്റെ കറ ഇളകിപ്പോണല്ലോ. അങ്ങനെ ആ എണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടോ. ഉലുവയും കടുകും പൊട്ടതിൻ്റെ ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില ഇതിട്ടിട്ട് എന്താ കറി എണ്ണയിൽ നല്ലോണം വാട്ടുക കേട്ടോ. ഇതൊരു ദിവസം എനിക്ക് ഈ പെണ്ണുങ്ങൾ കൊടുന്നെന്ന് കറി. അപ്പോൾ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. ചോറിനായാലും നാഷ്ടക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പെണ്ണുങ്ങളോട് ചോദിച്ചു എങ്ങനെയാണ് ആക്കുക ചോദിച്ചപ്പോൾ എനിക്ക് ആ പെണ്ണുങ്ങൾ അന്ന് കറക്റ്റ് പറഞ്ഞു തന്ന് ഇങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം ആക്കിയിട്ടുണ്ടായിട്ടോ ആ സമയത്ത്. അപ്പം ആട്ടുകല്ലിലൊക്കെ അല്ലേ അരക്കലൊക്കെ, മിക്സ് ചെയ്തൊന്നും ഇല്ലല്ലോ. എന്നിട്ട് 2-3 പ്രാവശ്യം ഞാൻ ആക്കിയിട്ട് പിന്നെ ഞാൻ ഈ റെസിപ്പി അങ്ങ് മറന്നു പോയിട്ടുണ്ടായിട്ടോ. എനിക്ക് ഓർമ്മയില്ലേനു. അങ്ങനെ പിന്നെ വാട്ടിയ തക്കാളിക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്നും കൂടി ഒരു പച്ചമണം ഉണ്ടല്ലോ അത് പോകുന്ന വരക്ക് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പെണ്ണുങ്ങളാക്കി ഞാൻ ആക്കി തിന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ എന്താക്കി പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുറച്ച് എന്താക്കി വൈതനങ്ങ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും വേണ്ടില്ല ഇതൊന്നിന്ന് ആക്കിയിട്ട് ഇട്ട് നോക്കാം. ആർക്കെങ്കിലും ആക്കിയിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിചാരിച്ചിട്ട് ആരെങ്കിലും താല്പര്യമുള്ളവരാക്കിക്കോട്ടെ. തുളുക്കാരെ ഫേവറേറ്റ് ഇട്ടത് പുളി കൂട്ടണം കേട്ടോ. പുളി അരക്കുമ്പോഴാണ് കൂട്ടുക. പക്ഷെ ഞാൻ എപ്പോഴും മറന്നു പോകും. അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കാൻ മറക്കും, അല്ലെങ്കിൽ അരക്കുമ്പോൾ മറക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നല്ല അരച്ചെടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ എന്നിട്ട് എന്താക്കി അറിയോ, ഇത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാന്നും പറഞ്ഞിട്ട് കടല രാത്രി വെള്ളത്തിലിട്ടിന് കടലയും ദോശയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കടലക്കറി ആക്കി നോക്കി. നോക്കുമ്പോൾ കടലക്കറി ഒന്നുതാ ആരും തൊട്ടിട്ട് തന്നെയല്ല കടലക്കറി. ഈ വൈതനങ്ങൻ്റെ ഈ കറി കൂട്ടിയിട്ട് കറിയെന്നും പറയാ, വരട്ടെന്നും പറയാം, എന്ത് വേണേലും പറയാം. എന്നിട്ട് പിന്നെ ആ അതേ ചട്ടിയാണ് തേച്ചേക്കിയിട്ട് രണ്ടാമത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ഇത് വൈതനങ്ങ ആക്കാനാണ് കേട്ടോ, വൈതനങ്ങ വേവിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേവിക്കണമെങ്കിൽ അതിക്ക് മസാല കൊട്ടും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എന്താക്കി ലേശം കൂടി ഉപ്പേരി വെക്കുമ്പോൾ തന്നെ ആക്കിയിട്ട് എന്നിട്ട് എന്താക്കി ഈ വൈതനങ്ങ നല്ല വേവട്ട് അവിടെ കടന്നിട്ടിട്ടോ. നോക്കുമ്പോൾ കുട്ടികൾ സ്കൂൾക്ക് കൊണ്ടുപോയതും പെരക്കുന്ന ദോശ തിന്നത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. നാഷ്ടക്കും രസം തന്നെയാണിത്. പക്ഷെ ഞാൻ എന്താ വിചാരിച്ചറിയത് കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറ്റിന് കൊടുത്തയക്കാണ്ട്. എന്നിട്ട് ഈ അരപ്പ് ഈ വൈതനങ്ങ നല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വൈതനങ്ങ വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിക്കാം. പക്ഷെ ഞനക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ തിന്നാനാണ്. ഇത് മക്കളെ നമ്മൾ വിചാരിക്കും ഈ വൈതനങ്ങ കൊഴുപ്പാണ്, ചൊറിച്ചിലാണ്, നഞ്ഞാണ്, കുഞ്ഞാണ് എന്നൊക്കെ പറയും. പക്ഷെ ബംഗാളികൾ കണ്ടി ഞങ്ങൾ ചന്തയിൽ ചാക്ക് കണക്കിനാണ് ഏറ്റിട്ട് പോവുക. നമ്മക്കാണ് ഒന്നൊന്നും ഉരുളക്കിഴങ്ങ് തിന്ന ഗ്യാസാണ്, വൈതനങ്ങ തിന്ന കൊഴുപ്പാണ് എന്നൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടാവില്ല. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം അരപ്പയിൽ കൂട്ടി കൊടുത്തിട്ട് നല്ല ഇളക്കി കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ആയി. ദോശയും കടലക്കറിയും വൈതനങ്ങൻ്റെതും അതിൻ്റെ ഒപ്പം പിന്നെ ഒന്നും വേണ്ട, അതന്നെ ഉണ്ടല്ലോ, ഉപ്പും എരിവും പുളിക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ മുട്ട പൊരിക്കാൻ ഇതിനൊന്നിനും നിന്നിട്ടില്ല, പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് 3 ആൾക്കും ചോറ് തന്നെ മതിയായിരുന്നു.
ഞാൻ എന്താക്കുമോ സ്കൂൾക്ക് കറിയാക്കി കൊടുക്കുന്ന സമയത്ത് നല്ലോണം കറിയാക്കി കൊടുക്കും. പെരക്കുന്ന് പിന്നെ കുറച്ചീച്ചെല്ലാം കറി കൂട്ടുള്ളൂ. കഷ്ണങ്ങൾ പച്ചക്കറി കഷ്ണമായാലും ഉപ്പേരി ആണെങ്കിലും ഇങ്ങനത്തെ വഴുതനങ്ങൻ്റെ ആണെങ്കിലും പെരക്കുന്ന അതിൻ്റെ ചാറ് മാത്രം തിക്കിയെടുക്കുക. അതിന് സ്കൂളിലാകുമ്പോൾ എന്താക്കും കുട്ടികളെ കൂട്ടത്തിലും ടീച്ചേഴ്സ്മാരെ പേടിച്ചിട്ടും ഒക്കെ എന്താക്കും അതൊക്കെ തിന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ നല്ലോണം ആക്കി കൊടുക്കും. കറി നല്ല ആക്കി കൊടുക്കും. പെരക്കുന്ന പിന്നെ ഓരോ ഇഷ്ടത്തിനല്ലോ ഓര് തിന്നുക. സ്കൂളിൽ നിന്നാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ. അപ്പുറം ഇപ്പുറം കുട്ടികളൊക്കെ കൂടി തിന്നുമ്പോൾ അതൊരു രസമാണല്ലോ അവർക്ക് തിന്നാൻ. അങ്ങനെ സ്കൂൾക്ക് നല്ല കറിയാക്കി കൊടുക്കും. പിന്നെ സ്നാക്ക് ഇന്ന് ഇത് മതി സ്നാക്സ് ആയിട്ട് എന്താക്കി പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു 3-4 ബദാമും ഒരു 2-3 ഈത്തപ്പായും ഇട്ടിട്ട് അത് മതി സ്നാക്സിന് എന്ന് പറഞ്ഞ്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെയാണ് മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. എന്നാൽ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.